ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ചൂട് സമയത്തും നോമ്പിനും അല്ലാത്തപ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഐറ്റമാണ്. നമ്മുടെ വീട്ടിലെ സ്ഥിരമായിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഡ്രിങ്കാണിത്. കാണാൻ നല്ല ഭംഗിയും അതുപോലെ തന്നെയാണ് കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല, ഇപ്പോൾ തന്നെ ഓണാക്കണ്ട. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ തയ്യാറാക്കുന്ന ഈ ഒരു ഡ്രിങ്കിന് ഇതുപോലെ കോൺഫ്ലവർ പൊടി നിർബന്ധമാണ്. അത് നമുക്ക് ഇട്ട് കൊടുത്താലേ നല്ലൊരു കട്ടി രൂപത്തിൽ കിട്ടുള്ളൂ. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാനുള്ളത് മാത്രം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കാം. പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്. ഇതേപോലെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ആ ഒരു 1 ലിറ്റർ പാല് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. അത് നമുക്ക് വേറൊരു കാര്യത്തിന് ആവശ്യമുണ്ട്. ഈ പാല് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഓണാക്കി കുറച്ചൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഉടനെ തന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വീണ്ടും ഇളക്കി കൊടുക്കാനായിട്ട്. അതുപോലെ നമ്മളിത് ഒരു സ്പാച്ച് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ദാ ഈ ഒരു മിക്സ് നല്ലപോലെ തിളച്ച് വന്നു. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിന് നന്നായി ചൂടാറി വരണം. അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു പകുതി ബീട്രൂട്ട് എടുത്തതിന് ശേഷം തൊലി കളഞ്ഞ് ഇതുപോലെ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ച പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ഏലക്ക ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം നമ്മൾ ഈ ചൂടാറി വന്ന ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ട് നല്ല പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1-2 കഷ്ണങ്ങളായിട്ട് അവിടെ കിടപ്പുണ്ട്. അത് കുഴപ്പമില്ല. ജ്യൂസ് അരിപ്പിലൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണമെന്നുള്ളവർക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ അല്ലാതെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഇവിടെ ബീട്രൂട്ടിനോട് അത്രയും ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇത് കടിക്കാനായിട്ട് കിട്ടിയാലും അത്രയും ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പീസ് അരിച്ചു കൊടുക്കാതെ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന കസ്കസ് 2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു തണുപ്പ് പോരാത്തവരാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് നേരം തണുപ്പിക്കാൻ വെച്ചിരുന്നിട്ട് എടുത്താൽ മതി. ഫ്രീസറിലല്ല, അല്ലാതെ താഴെ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു തണുപ്പിലെടുത്ത് കുടിക്കാവുന്നതാണ്. ഇപ്പോൾ ദാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു തവണ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുള്ളൂ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.